ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബിരിയാണിയുടെ റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി 2 ഏലക്ക, ചെറിയ 2 ഗ്രാമ്പു, ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ട, എരിവ് കുറഞ്ഞ 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനകത്തേക്ക് പുരട്ടി കൊടുക്കാം. ചിക്കൻ കഴുകുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കഴുകുക. നല്ലപോലെ ചിക്കൻ ക്ലീനായി കിട്ടും പെട്ടെന്ന്. ഒത്തിരി മസാല എടുക്കണ്ട, കുറച്ച് മസാല എടുത്തിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ചിക്കൻ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. ഞാൻ ഇതിനു മുമ്പും വേറെ രീതിയിലൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. നമ്മളെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി ഫ്രൈ ആക്കി എടുക്കരുത്, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് ആയതിനു ശേഷം ഇത് പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോളയൊക്കെ ഇട്ട് വഴറ്റി ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. ഇതിപ്പോൾ 2 സൈഡും ആയി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ്. ആ പാത്രം ചെറുതായതുകൊണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് സവോള എരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 വലിയ സവോളയായിരുന്നു അരിഞ്ഞെടുത്തത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. സവോള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ ആദ്യമേ അരച്ചെടുത്ത മസാല ഇല്ലേ, ചിക്കനകത്ത് പരട്ടിയതിന് ശേഷം ബാക്കി വെച്ച് ഈ മസാലയാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മുളക് പൊടി എല്ലാം ചേർത്താണ് നമ്മളിത് അരച്ചെടുത്തത്. അതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കണ്ട. എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ 2 സ്പൂൺ കുരുമുളകൊക്കെ അരച്ചതായിരുന്നു. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടിത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പഴുത്ത ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വേഗം വഴന്ന് അത് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് ചേരും കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുത്താൽ. നമ്മളിതിവിടെ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിരുന്നു. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ച അടപ്പ് അത് തുറക്കാൻ ഇച്ചിരി പാടായിപ്പോയി, അതാ പിന്നെ തുറക്കണ കാണിക്കാഞ്ഞത്. ഇതിപ്പം നന്നായിട്ടെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തായിരുന്നു കേട്ടോ. അത് അന്നേരം ക്യാമറ ഓഫായിപ്പോയി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില. നമ്മൾ മസാല അരച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടായിരുന്നു അരച്ചത്. അതുകൊണ്ട് ബാക്കിയുള്ള ഉപ്പ് പാകത്തിന് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക.
ഇത് നന്നായിട്ട് തിളച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാല ഒക്കെ നന്നായിട്ടൊന്ന് ചിക്കനകത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. നമ്മളിതിവിടെ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില വേണമെങ്കിൽ, മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അരി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകത്തിൻ്റെയൊക്കെ അത്ര വലിപ്പമുള്ള സൈസ് ചെറിയ അരിയാണ് എടുത്തേക്കണത്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. കുക്കർ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം 2 കഷ്ണം കറുവാപ്പട്ട, ഒരു 3 ഏലയ്ക്ക, ഒരു 2-3 ഗ്രാമ്പു. അതിൽ ഏലയ്ക്ക ഒന്ന് ചതച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് കുറച്ച് സമയം ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം. എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ അരി കുതിർത്തെടുക്കുന്നതുകൊണ്ട് 2 ഗ്ലാസ് ഫുള്ളായിട്ട് വയ്ക്കേണ്ട, ഒരു 1.25 ഗ്ലാസ്സിന് ഇച്ചിരി മുകളിൽ നിന്നാൽ മതി. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കുതിർക്കാതെയാണ് നിങ്ങൾ അരി ഇടുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുതിർത്തതിന് ശേഷമാണ് ഇടുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കർ നമ്മൾ അടച്ച് വെക്കണ്ട, അല്ലാതെ തന്നെ തുറന്ന് തന്നെ വെച്ചിട്ട് ഇതിന് വെള്ളമൊക്കെ ഒന്ന് പറ്റിയൊന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് പുതിനയുടെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഈ ഒരു പാകത്തിനൊന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ അത് ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പുതിന ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇനി ഒന്നും ചെയ്യേണ്ട, ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. അത് അവിടെ ഇരുന്ന് തന്നെ ആയിക്കോളും. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ സമയമായിട്ടുണ്ട്, തുറന്ന് നോക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ അടച്ചു വെച്ചത്. കുക്കറിനകത്തല്ല, ഏത് പാത്രത്തിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാവേ. റൈസൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്ന് തൊടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് സവോളയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാവേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് കൂടുതൽ അളവിലുണ്ടാക്കണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിനകത്തും ചെയ്തെടുക്കാം കേട്ടോ, ഇങ്ങനെ തന്നെ.